എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 2 സാരികളാണ്. 2 അലകലക കളറിലുള്ള, അതായത് വേറെ വേറെ കളറിലുള്ള സാരികളാണ്. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ക്രീം കളർ വിത്ത് ഒരു ബ്ലാക്ക് കളറിന്റെയാണ്. ആർക്കും പിന്നെ ഈ സാരി, അതായത് നമ്മുടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും ബോറടിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് സാരിക്ക് പകരമായിട്ട് കുറച്ച് വർക്കൊക്കെ ഉള്ള ഇങ്ങനെ ഒരു സാരി ഉടുക്കാം കേട്ടോ. ഈ സാരിയുടെ പേര് പീകോക്ക് സിൽക്ക് എന്നാണ്. ഇതൊരു സിൽക്കും കോട്ടനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ ഇത് വരും. പക്ഷെ ഇതും ഒരു വാർലി ഡിസൈനൊക്കെ വരുന്നതാണ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഡിസൈൻ വരുന്നത്. ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയുള്ള പല്ലു. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നത്. സാരിയിലും മുഴുവൻ ഇതേ കണക്കുള്ള ചെറിയ ചെറിയ മനുഷ്യരുണ്ട് കേട്ടോ. ഇതേ കണക്കുള്ള മനുഷ്യരുണ്ട് സാരിയിലും മുഴുവനായിട്ടും. പിന്നെ ഇതിന്റെ സാരി മുഴുവനും സാരിയുടെ അടിയിലെല്ലാം ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ബോർഡർ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മടുത്ത വർക്കൊക്കെ ഒരു പുതിയതായിട്ടുള്ള ഒരു സാരി, ഇങ്ങനെയുള്ള ഒരു സാരി ഉടുക്കാം. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ടെമ്പിൾ ഡിസൈൻ്റെ ഒരു ബോർഡറൊക്കെ വരുന്ന ഒരു സാരിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ് പീകോക്ക് സിൽക്ക് സാരി. ഇതിൻ്റെ ഈ ടസൽസ് അങ്ങനെയല്ലേ പറയുന്നത്, നമ്മളിവിടെ ഹിന്ദിയിൽ എന്താ ഇതിന് പറയുന്നതെന്നറിയോ? ഗോണ്ട. ജിമിക്കി കമ്മലിൻ്റെ ഗോണ്ടയാണ് മക്കളെ, ജിമിക്കി കമ്മലിൻ്റെ ഗോണ്ട. ഇത് കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ള ഗോണ്ടയാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് സാരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് അടുത്ത സാരി കണ്ടാലോ? നേരത്തെ ഒരു വൈറ്റ് കളർ സാരിയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാം ഒരു കളർഫുൾ സാരി. ഈ സാരിയുടെ കളറ് ഒരു സീയുടെയൊക്കെ കളറാണ്, സീ ബ്ലൂ കളറിൻ്റെ ഒരു സാരിയാണിത്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ്. സാരിയിൽ ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കണ്ട, സെൽഫായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഈ ഡിസൈന് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളറും ആ ഒരു ഡിസൈനും കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു വരുന്നത്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പല്ലുവാണ്. മനോഹരമായിട്ടുള്ളൊരു സാരിയാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാ സാരികളും എനിക്ക് ഇഷ്ടപ്പെട്ടത്, എന്നാലും കളർഫുൾ സാരി, ഞാൻ നേരത്തെ കാണിച്ച സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെറ്റ് സാരി നമ്മളെയൊക്കെ ഇവിടെയൊക്കെ സെറ്റ് സാരിയൊക്കെ കളർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള സെറ്റ് വർക്കുള്ള സെറ്റ് സാരിയൊക്കെ കിട്ടാൻ പാടാം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ സാരി ഉടുക്കാൻ പറ്റും. സെറ്റ് സാരിക്ക് പകരമായിട്ടൊക്കെ ഈ സാരി ഉടുക്കാൻ പറ്റും. ഇതിൻ്റെ പല്ലു ഒരു കോപ്പർ കളറിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പല്ലുവാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനെ സെൽഫായിട്ടുള്ള ഇങ്ങനെ ഒരു പൂവിൻ്റെ ഡിസൈനിലുള്ള ഒരു വർക്കും വരുന്നുണ്ട്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ്. സാരി ഇഷ്ടപ്പെടുന്നവർ എനിക്കൊന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഞാനിതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരാം. സാരി അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ സാരി ആവശ്യമുള്ളവരും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതിൻ്റെ ലൈറ്റ് കൊണ്ട് ഇതുണ്ടല്ലോ നന്നായിട്ട് അറിയാൻ പറ്റും. കണ്ട, ഇപ്പം നല്ലതുപോലെ വർക്ക് അറിയാൻ പറ്റുന്നില്ലേ? ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സാരി മഹാത്മ്യം. അപ്പോൾ എല്ലാവർക്കും സാരികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? കമൻ്റൊക്കെ പറയുന്നേ. സാരി മേടിക്കാനല്ലാതെയും കമൻസൊക്കെ പറയാമല്ലോ. സാരികൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരണോ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റൈലിലുള്ള സാരികളൊക്കെ വേണമെങ്കിലോ ഒക്കെ കമൻറ്റിൽ എന്നോട് പറയുമെന്നേ. ഞാനതനുസരിച്ച് കൊണ്ടുതരാം. അല്ല വില കൂടിപ്പോയെങ്കിൽ അതും പറയൂ, കുറഞ്ഞു പോയെങ്കിൽ അതും പറയൂ. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഞാനിത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പക്ഷേ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയാലും ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. സാരികൾ നോക്കാൻ തന്നെ എന്തുമാത്രം സ്ഥലത്ത് പോയെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ക്വാളിറ്റി നല്ലത് തരണമെന്നുള്ളതിൽ എനിക്ക് നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് സാരികളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാരികളൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ട് ഏത് ഡിസൈൻ എടുക്കണമെന്നൊന്നുള്ളതൊന്നും അത്രയ്ക്ക് അങ്ങോട്ടൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സാരിയാണ് വേണ്ടുന്നത്. പിന്നെ മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ സാരികൾ വേണോ? അതുകൊണ്ടാണ് മഹാരാഷ്ട്രൻ സ്പെഷ്യൽ പൈഠണി സാരിയൊക്കെ കൊണ്ടുവന്നത്. പൈഠണി സാരി ഒന്നും ആർക്കും ഇഷ്ടമല്ലേ? മേടിക്കൂ, ഒരു വെറൈറ്റി ആവട്ടെ. കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെയുള്ള സാരികളൊക്കെ കൊടുത്തോണ്ട്
എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കും, ഇതൊന്നും നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ള സാരികളല്ലല്ലോ, ഇത് എവിടുന്ന് മേടിച്ചു, നല്ല സാരിയാണല്ലോ. അപ്പം നിങ്ങൾ എൻ്റെ പേര് പറയാൻ മറക്കല്ലേ. അതിനാദ്യം എന്ത് ചെയ്യണം? സാരി മേടിക്കണം. മഹാരാഷ്ട്രൻ സ്പെഷ്യൽ സാരി മേടിക്കൂ. എന്നിട്ട് എൻ്റെ പേര് പറയണേ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് മേടിച്ചത്, അപ്പോൾ അവർക്കും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ അയച്ചു തരാം. അപ്പം നല്ല സാരികളല്ലേ, നല്ല സാരികളാണ്. പൈറ്റണി സാരി ആയാലും നാരായൺപേട്ട് സാരി ആയാലും, നാരായൺപേട്ട് സാരിയും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. പക്ഷെ നാരായൺപേട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന നാരായൺപേട്ട് പൈറ്റണി സാരിയാണ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള സാരികളൊക്കെ നാട്ടിലൊന്ന് ഓടി നടന്ന് പോട്ടെ. അപ്പം അതുകൊണ്ട് സാരികളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.